എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ഒരു ഈസി കോഫി പുഡിംഗ് റെസിപ്പിയാണ്. ഇത് വളരെ ഈസിയായി ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും, പ്രത്യേകിച്ചും കോഫി ലവേഴ്സിനൊക്കെ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ഒരു കട്ടിയുള്ള പാൻ എടുത്ത് അതിലേക്ക് 2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുക. 2 കപ്പ് എന്ന് പറയുമ്പോൾ ഒരു 1/2 ലിറ്ററോളം പാൽ വരും. അതിലേക്കൊരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിനെ തിളപ്പിച്ചെടുക്കുക. ഇനി നമുക്ക് അതിലേക്ക് ചേർക്കേണ്ട കോൺഫ്ലവർ സ്ലറി തയ്യാറാക്കാം. അതിനായി 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവറിലേക്ക് 3 ടേബിൾ സ്പൂൺ തണുത്ത പാലൊഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇനി വേണ്ടത് 2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ, 2 ടേബിൾ സ്പൂൺ വെള്ളത്തിലോ പാലിലോ മിക്സ് ചെയ്തെടുത്തതാണ്. ഇത് പാല് തിളപ്പിക്കുന്നതിന് മുമ്പ് തന്നെ റെഡിയാക്കി വെക്കാവുന്നതാണ്. അപ്പോൾ പാലിവിടെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിനെ ലോ ഫ്ലെയിമിലേക്കാക്കി നേരത്തെ തയ്യാറാക്കി വെച്ച കോഫി മിക്സ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇനിയും നേരത്തെ തയ്യാറാക്കി വെച്ച കോൺഫ്ലവർ സ്ലറി നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം പാലിലേക്ക് കുറച്ചായി ഒഴിച്ചു കൊടുക്കാം. അടിയിൽ പിടിക്കാതിരിക്കാനും കട്ട പിടിക്കാതിരിക്കാനും നല്ലപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഈ സമയം ലോ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം. ഒരു തിക്ക് കൺസിസ്റ്റൻസി കിട്ടുന്നതുവരെ തുടർച്ചയായി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇതുപോലെ ബബിൾസ് ഒക്കെ വന്ന് മിക്സ്ചർ തിക്കായിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. പുഡിംഗ് മിക്സ്ചർ കറക്റ്റ് ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ വെക്കുന്നതെങ്കിൽ കുറച്ച് കട്ടിയും എന്നാൽ വളരെ സോഫ്റ്റുമായ ഒരു പുഡിംഗ് നമുക്ക് കിട്ടും. പുഡിംഗ് മിക്സ്ചർ സെറ്റ് ചെയ്യാനായി ഞാനിവിടെ ഒരു ചെറിയ ഗ്ലാസ് ട്രേയും ഒരു ഗ്ലാസ് ബൗളുമാണ് എടുത്തിരിക്കുന്നത്. കുക്കിംഗ് ഓയിൽ ഉപയോഗിച്ച് ഒന്ന് ഗ്രീസ് ചെയ്തെടുത്തതിന് ശേഷം ചൂടോടുകൂടി തന്നെയാണ് പുഡിംഗ് മിക്സ്ചർ അതിലേക്ക് സെറ്റ് ചെയ്യാനായി ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇത് നല്ലപോലെ ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാം. ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമില്ല. ഒരു 3-4 മണിക്കൂറിന് ശേഷം ഇത് നല്ലപോലെ സെറ്റായിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ കോഫി പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് ഞാനിവിടെ കുറച്ച് ചോക്ലേറ്റ് ചിപ്സ് ആണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. മെൽറ്റ് ചെയ്ത ചോക്ലേറ്റൊക്കെ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലൊരു ഭംഗിയായിരിക്കും. അതൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തു കൊടുക്കാം. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ ബെൽ ഐക്കൺ ഇനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ.